ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ ഇവിടെ സീസൺ ചേഞ്ച് ആവുകയാണ്. ഈ ഒരു ചൂടൊക്കെ മാറി ഇങ്ങനെ തണുപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു സീസൺ ചേഞ്ച് ആവുന്ന സമയത്തേക്കിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീടിന് ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ ഒരു വ്ലോഗാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കുഞ്ഞു കഥ കാണുന്നത് പോലെ നമുക്ക് കണ്ടു നോക്കാം. നമുക്ക് വീട്ടിൽ ഒത്തിരി ജോലികളുണ്ടെങ്കിലും ചിലതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് വലിയ താല്പര്യം ഉണ്ടായിരിക്കത്തില്ല, പക്ഷേങ്കിൽ ചിലതൊക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമായിരിക്കും അല്ലേ. അതേപോലെയുള്ള ഒരു കാര്യമാണ് എനിക്ക് ലോണ്ട്രി ചെയ്യുക എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒരു പ്ലഷറാണെന്ന് തോന്നിയിട്ടുണ്ട്. അത് കഴുകി വെളിയിൽ വരും, അതേപോലെ അത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മളിത് മടക്കി വെക്കുമ്പോഴൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ അയൺ ചെയ്യുന്ന കാര്യവും നമ്മൾ ആ ചുളുങ്ങിയിരിക്കുന്നത് ഇങ്ങനെ അയൺ ചെയ്ത് അതിങ്ങനെ നിവർന്ന് വരുന്നത് കാണുമ്പോഴത്തേക്കിനും ആ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ ദിവസം തുടങ്ങുമ്പോൾ എനിക്കത് എങ്ങനെ തുടങ്ങാനാണ് ആഗ്രഹം എന്ന് വെച്ചാൽ അധികം സൗണ്ടും ബഹളവും ഒന്നും ഇല്ലാതെ, അതായത് സറൗണ്ടിങ്സിലും വലിയ ബഹളമൊന്നും ഇല്ലാതെ, അതേപോലെ തന്നെ എൻ്റെ മനസ്സും വളരെ കാമായിട്ട് ദിവസം തുടങ്ങുമ്പോഴാണ് എനിക്കത് കുറച്ചും കൂടി ആ ഒരു ദിവസം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ചുറ്റിലും എന്തെങ്കിലുമൊക്കെ അലങ്കോലായിട്ടൊക്കെ കിടപ്പുണ്ടെങ്കിൽ അതുമൊക്കെ ഒന്ന് കറക്റ്റ് സ്ഥലത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരു എനർജി കിട്ടുന്നത് പോലെ തോന്നും. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മോൾക്കാണ് ശരിക്കും ബ്രെഡ് ന്യൂട്ടല്ലയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ ബ്രെഡിൻ്റെ സൈഡിലെ പോർഷൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് ന്യൂട്ടല്ലയ്ക്ക് അവൾക്ക് സൈഡ് വലിയ ഇഷ്ടമല്ല, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. ആരുമില്ലാതെ വലിയ ബഹളമൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരു സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും മ്യൂസിക് കേൾക്കുകയോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് കേൾക്കുകയോ ചെയ്യാനായിട്ട് എനിക്കിഷ്ടമാണ്. ഞാൻ കിച്ചണിൽ ഞാൻ മാത്രമായിട്ട് നിൽക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു ബ്രെഡിൻ്റെ സൈഡെല്ലാം എടുത്തിട്ട് ഞാൻ കുറച്ചിങ്ങനെ എടുത്ത് അതിൻ്റെ ഒരു ടിന്നിലിട്ട് വെക്കും. എന്നിട്ട് കുറച്ച് ഏറെ ആകുമ്പോഴത്തേക്കിനും അതെടുത്തിട്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും സ്നാക്സ്, ഇപ്പോൾ കട്ട്ലറ്റ് പോലെയൊക്കെയുള്ള സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ ഈ ബ്രെഡ് ക്രംസ് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ബ്രെഡ് ക്രംസ് തന്നെ എടുക്കാനായിട്ട് പറ്റും. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ് ഞാൻ ഈ വീട്ടുജോലികളൊക്കെ ചെയ്ത് തുടങ്ങിയതെങ്കിലും ഈ അടുത്ത കാലങ്ങളിലായിട്ടൊക്കെ ഞാനത് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നേരം നിന്ന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി ചെയ്യാനാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കും മടുപ്പാവും. പക്ഷേങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ സമയമെടുത്ത് പയ്യെ ചെയ്യുന്നതാണ് ഞാൻ എൻജോയ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നല്ല വെയിലൊക്കെ ഉള്ള ദിവസം മുറിക്കകത്തേക്കൊക്കെ വെയിൽ കയറി വരുന്ന ഒരു സമയമാണെങ്കിൽ അത് കുറച്ചും കൂടി നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. മുറിയൊക്കെ അടഞ്ഞിരിക്കുന്ന ഇരുട്ട് കയറുന്നതാണെങ്കിൽ ഒരു താല്പര്യം ഉണ്ടാവത്തില്ല. നമുക്ക് തന്നെ അവിടെ ഒരു വെട്ടമുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു ഉന്മേഷം ഉണ്ടാവുമല്ലോ. പിന്നെ അതുമാത്രമല്ല, നല്ല വെട്ടം റൂമിലുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും എവിടെയാണ് പൊടിയും അഴുക്കും ഒക്കെ ഉള്ളതെന്നുള്ളത്. അതേസമയം അധികം വെളിച്ചം കയറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കാണാനും പറ്റത്തില്ല. അതേസമയം നല്ലതുപോലെ പൊടിയൊക്കെ ഇങ്ങനെ അടിഞ്ഞു കൂടുന്നുമുണ്ടാവും. ഈ ഒരു ദിവസം ഞാൻ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ലോണ്ട്രി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓണസ്റ്റ്ലി പറഞ്ഞാൽ ഞാൻ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹൗസ് കീപ്പറൊന്നും അല്ല. പിന്നെ ഇടയ്ക്കൊക്കെ എനിക്ക് ഹെൽപ്പ് വേണമെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് ഹെൽപ്പ് എടുക്കാറുണ്ട്, വെക്കാറുണ്ട്, അവരെ വിളിക്കാറുണ്ട്. ഒരു എനിക്ക് കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല, അങ്ങനെ മന്ത്ലി കമ്മിറ്റ്മെൻ്റ് ഒന്നും തന്നെ ഇപ്പോൾ ഏറ്റെടുത്തിട്ടില്ല. കുറേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് തന്നെ തോന്നുമല്ലോ, നമുക്കൊരു ഹൗസ് ഹെൽപ്പ് വേണം കുറച്ച് നേരത്തേക്കിന്, നമ്മൾക്ക് എല്ലാം ഒന്ന് ടൈഡി ആക്കാമെന്ന് അങ്ങനെ തോന്നുന്ന സമയത്ത് ഞാൻ വിളിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഈ വീട്ടിൽ അകത്തുള്ള ജോലികളൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് ഉന്മേഷം തോന്നുന്നതും ഞാൻ ചെയ്യുന്നതും എൻ്റെ മൈൻഡ് നല്ല റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്താണ്. അതേസമയം കുറച്ച് മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഒന്നും ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ല. പിന്നെ എനിക്ക് തോന്നാറുണ്ട് ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നീടത്തേക്കിന് എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാൻ പറ്റുന്നത്. പക്ഷേങ്കിൽ നമ്മളുടെ ഇപ്പം വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ എത്ര മൂഡ് ഔട്ട് ആണെങ്കിലും എത്ര അപ്സെറ്റ് ആണെങ്കിലും ഒന്നും അത് മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല. നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും, ഇത് ഇന്ന സമയത്ത് തീർക്കണം എന്നുള്ളത്. അതേസമയം ഈ ഒരു ഹൗസ് വർക്ക് മാത്രമാണ് പിന്നീടത്തേക്കിന് മാറ്റി വയ്ക്കാനായിട്ട് പറ്റുന്നതും ഞാൻ ചെയ്യാറുള്ളതും. എല്ലാ കാര്യമൊന്നും നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നും നടന്നില്ലെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെയൊക്കെ ഒന്ന് പോയിട്ട് ഉള്ള രീതിയിൽ ജീവിക്കണം എന്നാണ് എൻ്റെ ഇപ്പോൾ ഉള്ളൊരാഗ്രഹം.
നമുക്ക് കിട്ടുന്ന സമയങ്ങളും ദിവസവും ഒക്കെ അതിൻ്റെ ഒരു ബെസ്റ്റ് യൂസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആ ബെസ്റ്റ് യൂസ് എന്ന് പറയുന്നത് പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് എങ്ങനെ തോന്നുന്നു എന്നുള്ളതല്ല, നമ്മളുടെ മനസ്സിനകത്ത് നമുക്ക് ഫീൽ ചെയ്യണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളുടെ ഒരു സാറ്റിസ്ഫാക്ഷനും ഹാപ്പിനെസ്സും ഒക്കെ തരുന്ന രീതിയിൽ അതൊരു ബെസ്റ്റ് യൂസ് ആണെന്നുള്ളത്. ഒരു പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ പുറത്തുനിന്നുള്ള ഒരാൾക്ക് തോന്നാം ഇതൊന്നും ചെയ്തുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, എന്തിനാ ഇത്രയും ടൈം വേസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. പക്ഷേ നമ്മളല്ലേ ജീവിക്കുന്നത്, അപ്പോൾ നമ്മളുടെ ഉള്ളിൽ നമുക്കൊരു തോന്നൽ ഉണ്ടാവണം ഇത് ചെയ്യുമ്പോഴത്തേക്കിനും എനിക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളത്. ആ ഒരു രീതിയിൽ ഓരോ ദിവസവും കിട്ടുന്ന സമയവും ബെസ്റ്റ് യൂസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ കോഫി കുടിക്കുമ്പോഴത്തേക്കിനും കിട്ടുമ്പോൾ ഒരു ടേസ്റ്റിനെക്കാട്ടിലും എനിക്കിഷ്ടം അത് പ്രിപ്പയർ ചെയ്ത് വരുമ്പോഴത്തേക്കിനും അതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, ആ ഒരു സ്മെല്ല് കിട്ടാൻ കൂടിയാണ് ഞാൻ കോഫി ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അതിൽ നമ്മൾ മെയിനായിട്ട് കുറച്ച് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട്. ഫസ്റ്റ് തന്നെ വെച്ചിട്ടുള്ളത് ഡിഷ് വാഷറിൻ്റെ ടാബ്ലറ്റ്സ് എല്ലാം ഒരു ബോട്ടിലിട്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ എനിക്ക് എടുക്കാനായിട്ടുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോത്ത്സും ഈ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്ലീനിങ് ഐറ്റംസ് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ഥലമൊന്നും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിപ്പം അത്യാവശ്യമാണെന്ന് തോന്നി. അങ്ങനെ ആകുമ്പോഴത്തേനും നമുക്ക് ആവശ്യമുള്ളപ്പോഴത്തേക്കിനും പെട്ടെന്ന് പോയി എടുക്കാമല്ലോ. ഓൾറെഡി ഡ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്ന ക്ലോത്ത്സ് ഉണ്ടായിരുന്നു, അതിനെ എടുത്തു. അതേപോലെ തന്നെ നമ്മൾ രാവിലെ കഴുകിയിട്ടുണ്ടായിരുന്ന ആ ഒരു സെറ്റിൽ നിന്ന് എടുത്തിട്ട് ആ ലോണ്ടറി എല്ലാം ഡ്രൈ ആവാനായിട്ട് വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഡ്രൈ ആയിട്ട് എടുത്തതിനെ ഒന്ന് മടക്കി വെക്കണം. ആ കൂടെ തന്നെ കുറച്ച് അയൺ ചെയ്യാനുള്ളതുണ്ട്, അപ്പം അതിനെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റുന്നുണ്ട്. ഈ ലോണ്ടറി ചെയ്യുമ്പോൾ ഉള്ള മറ്റൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോണ്ടറി ബാഗ് നല്ല ഫുള്ളായിട്ടുണ്ടാവുമല്ലോ, അതിനകത്ത് നമ്മളിത് എടുത്തിട്ട് പോയിട്ട് ഇതിന് വാഷ് ചെയ്യാനും ഒക്കെ ആയിട്ട് മാറ്റി കഴിയുമ്പം ആ ലോണ്ടറി ബാഗ് ഒന്ന് എംറ്റി ആയിട്ട് കാണുമ്പോഴത്തേക്കിനും അതും ഒരു ചെറിയൊരു ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ്. ഫോൾഡ് ചെയ്യാനുണ്ടായിരുന്നതൊക്കെ ഓരോരുത്തരുടെയും സെപ്പറേറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഞാൻ അയൺ ചെയ്യുമ്പോഴത്തേക്കിനും ഭയങ്കര വടി പോലെ അങ്ങ് പെർഫെക്റ്റ് ആയിട്ടൊന്നും അയൺ ചെയ്യാറൊന്നുമില്ല. നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ അതിനേക്ക് ഒന്ന് ആക്കിയെടുക്കും. പിന്നെ അയൺ ചെയ്ത് വരുമ്പോഴത്തേനും അവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയ ചുളുക്കമൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങ് ഇഗ്നോർ ചെയ്യുവാണ് കേട്ടോ ചെയ്യുന്നത്. മെയിൻലി അത് നമ്മൾ നോർമലി ഇടുന്ന കാഷ്വൽ വെയർസിനൊന്നും വലിയ പ്രശ്നമില്ല. പിന്നെ ഓഫീസ് വെയർസ് ആകുമ്പോൾ മാത്രമേ ഉള്ളൂ അത് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് വരണം എന്ന് തോന്നിയിട്ടുള്ളത്. അങ്ങനെ അത്രയും പെർഫെക്റ്റ് ആവണം എന്ന് എനിക്ക് തോന്നുന്നതാണെങ്കിൽ അതിന് നമ്മൾക്ക് ലോണ്ടറിയിൽ കൊടുത്തിട്ട് തന്നെ, നമുക്ക് ലോണ്ടറി ഷോപ്സ് ഉണ്ടല്ലോ, അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല വടി പോലെ അയൺ ചെയ്ത് തരും. ഈ അയൺ ബോക്സ് അങ്ങനെ സ്റ്റീം വരുന്നൊന്നും അല്ല കേട്ടോ, ഒരുപാട് നാളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ ഇതേപോലെ സ്റ്റീം വരുന്ന പോലെയുള്ള ഒരു അയൺ ബോക്സ് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പക്ഷേ അതാവുമ്പോഴത്തേക്കിനും കുറച്ചും കൂടി നമ്മൾ ഇടുന്ന എഫേർട്ടിന് കുറച്ചും കൂടി ബെനിഫിറ്റ് ഉണ്ടാകും എന്ന് തോന്നുന്നു. അതേപോലെ തന്നെയുള്ളൊരു കാര്യം, ഈ അയണിങ് പോലെ തന്നെയുള്ളൊരു കാര്യമാണ് ബെഡ്ഷീറ്റ് വിരിക്കുന്നതും. ബെഡ്ഷീറ്റ് ഇങ്ങനെ ചുളുങ്ങി കിടക്കുന്നത് കാണുമ്പോഴത്തേക്കിനും അത് നമുക്ക് അത് വിരിച്ചിടണം എന്നൊക്കെ തോന്നും. പക്ഷെ വിരിച്ചിടാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അതിങ്ങനെ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ വെക്കാനായിട്ട്. വൺസ് അത് വിരിച്ചിട്ട് കഴിഞ്ഞാൽ അതിനെ ഒരു ഭംഗിയിൽ കിടക്കുന്നത് കാണുമ്പോഴും ഒരു സന്തോഷമല്ലേ, നല്ല വൃത്തിയായിട്ട് എല്ലാ കോർണേഴ്സും ഇരിക്കുന്നത് കാണുമ്പം ഒരു ഹാപ്പിനെസ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അയണിങ് ആണെങ്കിലും അതേപോലെ തന്നെ നമ്മളുടെ ബെഡൊക്കെ വൃത്തിയാക്കി ഇടുന്നതൊക്കെ ആണെങ്കിലും നമുക്ക് അതിനകത്തുള്ള ചേഞ്ച് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആ വീടൊക്കെ നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കാറുണ്ട് എന്ത് രസമായിട്ടാണ് വെച്ചേക്കുന്നതല്ലേന്ന്. പക്ഷേങ്കിൽ അതിൻ്റെ പുറകിലുള്ള ഒരു എഫേർട്ടും ഹാർഡ് വർക്കും ഒക്കെ നല്ലതുപോലെയുണ്ട്. ഒരുപാട് സമയം അവിടെയുള്ളവർ നല്ലതുപോലെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. നമ്മളൊരു 5 minutes കൊണ്ട് കാണുന്ന കാര്യം അതിനെ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ അവിടെയുള്ളവർ ഒരു 2 മണിക്കൂറോളം ജോലി ചെയ്തിട്ടുണ്ടാകും അല്ലേ.
അപ്പം എനിക്കും ഇങ്ങനെ വിസിബിളായിട്ട് നമുക്ക് ആ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്ന ഹൗസ് കീപ്പിംഗ് ചെയ്യാനാണ് ഇപ്പോൾ ഇഷ്ടം. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ അത് കുറയുവാണെങ്കിൽ നമ്മളുടെ പണി കുറച്ചും കൂടി എളുപ്പമാവും. പിന്നെ ഈ ബെഡ്ഷീറ്റ്സ് ഒന്നും ഞാൻ അങ്ങനെ അയൺ ചെയ്യാറില്ല. കുറേയൊക്കെ ലോണ്ട്രി ഇന്നത്തെ ദിവസം ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ ചില ക്ലോത്ത്സ് ഒന്നും നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇടാനായിട്ട് പറ്റത്തില്ല. ഒന്നെങ്കിൽ അത് നല്ല പ്യുവർ വൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് റിങ്കിൾസ് വരണ്ട എന്നൊക്കെയുള്ള ക്ലോത്ത്സ് ആണെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്യാറാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബക്കറ്റിൽ സോപ്പ് പൊടി ഇട്ട് വെച്ചിട്ട് അതിലേക്ക് ഈ വൈറ്റ് ക്ലോത്ത്സ് സോക്ക് ചെയ്ത് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അതെടുത്ത് വാഷ് ചെയ്ത് റിൻസ് ചെയ്തൊക്കെയാണ് എടുക്കുന്നത്. ഇതാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഇത് അത്ര എളുപ്പമുള്ള ഒന്നുമല്ല, വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനെ കുറച്ചും കൂടി ഈസി ആക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഈ വൈറ്റ് ക്ലോത്ത്സിനെ നല്ല വെണ്മയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നുള്ളത് എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. ഒരു പക്ഷേ എനിക്കത് ഹെൽപ്ഫുൾ ആയാലോ. ഈ ഒരു റൂമും ഈ ഒരു ബെഡിങ്ങും ഒക്കെ ഇന്നലെ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെയാണ് ഇന്നും ഉള്ളത്. അപ്പോൾ അത് പ്രത്യേകിച്ചൊരു വ്യത്യാസമൊന്നും അതിലില്ല. ഞാൻ നല്ലതുപോലെ വിരിച്ചിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേങ്കിൽ വ്യത്യാസം തോന്നുന്നത് എനിക്കാണ്. അവിടെ നേരത്തെ ഞാൻ വന്നപ്പോഴത്തേക്കിനും കുറച്ച് കുഴഞ്ഞു മറിഞ്ഞ് കിടന്നതൊക്കെ ഒന്ന് ശരിയാക്കി ഇട്ട് കഴിയുമ്പം എൻ്റെ മനസ്സിനാണ് കുറച്ചൊരു ചേഞ്ച് വന്നു എന്നുള്ള ഫീൽ ഉണ്ടാവുന്നത്. എല്ലാ കാര്യങ്ങളും അങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല ഞാൻ ഇനീഷ്യലി ചെയ്തു തുടങ്ങിയെങ്കിലും പല കാര്യങ്ങളും പഠിച്ചിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മളൊരു കാര്യം ഇങ്ങനെയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ അത് വേറെ രീതിയിൽ ചെയ്ത് നോക്കാനുള്ള ഒരു അഡ്വൈസ് ഒക്കെ കിട്ടിയിട്ടുള്ളത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.